ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം കെടാമംഗലം കവിതാ ഇവന്റ് ഹബ്ബിൽ നടന്നു. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഗിരിജ ശശിധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ റിജിന TM വിശിഷ്ടാതിഥിയായിരുന്നു. ഈ പഞ്ചായത്തിന്റെ വികസനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനായിട്ട് കുടുംബശ്രീക്ക് വലിയ നീളം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാലം അതുകൂടാതെ കുടുംബശ്രീക്ക് ചുക്കാൻ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ ഭരണകാലത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കൂടെ നിന്നുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം, ഏറ്റവും ഇപ്പൊ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ബഡ്ജറ്റ് സ്കൂൾ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഏത് സംവിധാനമാണെങ്കിലും ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാണോ, നമ്മുടെ ഏറ്റവും കൊടുക്കേണ്ട ഒരു സ്ഥാനം നമ്മുടെ ബഡ്ജറ്റ് സ്കൂൾ ആയിരുന്നു. അത് നമുക്കറിയാൻ പറ്റും. നമ്മളത് അതിന് ചുക്കാൻ പിടിക്കുന്നത് കുടുംബശ്രീ തന്നെയാണ്. അല്ലെങ്കിൽ അതിന്റെ കീഴിലാണെങ്കിൽ കുടുംബശ്രീയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് അതിദരിദ്രരായിട്ടുള്ളവരെ സർക്കാർ ഈ വരുന്ന നവംബർ 1-ാം തീയതി പ്രഖ്യാപിക്കുകയാണ് കേരളം അതിദരിദ്രരല്ലാത്തൊരു സംസ്ഥാനമായിട്ട്. അതിന് ചുക്കാൻ പിടിക്കുന്നതും കുടുംബശ്രീ തന്നെയാണ്. ആശ്രയക്കാരുണ്ട്, നമുക്ക് 97ഓളം ആശ്രയക്കാരുണ്ട്. ആശ്രയക്കാർക്ക് അത് അവരുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവരെ കിറ്റ് ആളുകളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും കുടുംബശ്രീ തന്നെയാണ് ചുക്കാൻ പിടിക്കുന്നത്. ഇതൊക്കെ പഞ്ചായത്തിൻ്റെതൊപ്പം നിന്നുകൊണ്ട് ഏറ്റവും അർഹതപ്പെടും. പഞ്ചായത്തിലാണെങ്കിൽ എടുത്തു പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 28 പേര് ഹരിതകർമ്മസേനയുണ്ട്. അവരെ നോമിനേറ്റ് ചെയ്തതാണ് കുടുംബശ്രീയാണ്. പിന്നെ മറ്റുള്ള ഏത് പ്രവർത്തനത്തിനും ഇപ്പൊ സർക്കാർ ഇപ്പൊ ഏറ്റെടുക്കുക. എന്തും ബാങ്കുകളാണെങ്കിൽ ഇപ്പൊ ഞാനൊരു സത്യമായിട്ട് പറഞ്ഞു, ഞാനൊരു 50,000 രൂപ കാനറ ബാങ്കിൽ പോയി ലോൺ എടുക്കണമെങ്കിൽ 10 തവണ പോയാൽ പോലും എനിക്ക് ലോൺ കിട്ടണമെങ്കിൽ എഴുതണം. പക്ഷേ ഈ കുടുംബ സംവിധാനത്തിന് കീഴിൽ പോവുകയാണെങ്കിൽ ഗ്രൂപ്പിന്റെയും നിങ്ങൾ CDSന്റെയും ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ പുറകിലേക്ക് ബാങ്ക് എത്തും. ആണെങ്കിൽ അത് ആ ഏത് സംവിധാനത്തെ വിജയിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ശക്തി കുടുംബശ്രീക്ക് ഉണ്ടെന്ന് ബാങ്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കിയതിന്റെ പുറത്താണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പൊ സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് കുടുംബശ്രീ കൊടുക്കുന്നത്. ഇതെല്ലാം വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഹരിതകർമ്മസേന പിന്നെ മറ്റുള്ള ഏത് വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഏറ്റവും വലുത് ഹരിതകർമ്മസേനയാണ്. ഇപ്പൊ ഇവിടെ ഹരിതകർമ്മസേനയെ കുടുംബശ്രീ ആദരിക്കുന്നുണ്ട്. ഇവിടെ ഏത് കാര്യത്തിൽ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ CDS ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഷൂ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഷൂ വേണമെന്ന് പറഞ്ഞാൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ചോദിച്ചാൽ ബാങ്കുകാർ അപ്പം തന്നെ കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയാമോ? ഒരു ബാങ്കില് 2000-ഓളം നമ്മുടെ കുടുംബശ്രീ മെമ്പർമാർ 2 ബാങ്കിലായിട്ട് മെമ്പർഷിപ്പ് ഉണ്ട്. അവർ അത്രയും അക്കൗണ്ടുകൾ ഉണ്ട്. അവരെ ട്രാൻസാക്ഷൻ നടക്കിയത് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ലെവലിൽ ഞാനൊരു ബാങ്കിൽ പോയി പറയുന്നത് മാനേജറെ ഒരു എന്തെങ്കിലും കൊടുക്കുമെന്ന് അത് ശരി എന്ന് പറയുള്ളൂ. പക്ഷേ കുടുംബ സംവിധാനത്തിന് ഏത് ബാങ്കുകളും ചെയർപേഴ്സൺ ആണെങ്കിലും ഏറ്റവും കൂടെ പിടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അവർക്ക് ആവശ്യമുണ്ട്. ഏത് സംരംഭകർക്കാണെങ്കിലും അവർ നടത്തുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ആരാണോ നല്ല രീതിയിൽ പോകുന്നത്. പക്ഷെ ഇന്നൊരു നമ്മുടെ പഞ്ചായത്തിൽ 2700-ഓളം കുടുംബശ്രീ അംഗങ്ങളും 187-ഓളം കുടുംബശ്രീ ഗ്രൂപ്പുകളുണ്ട്. 220-220-ഓളം ഉണ്ടായതാണ്. അത് ആ കോവിഡ് കാലത്താണ് നമുക്ക് കൂടി വന്നത്. ഇപ്പത്തെ കുറവാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുറച്ച് ആളുകളൊക്കെ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാറി ആ ഒരു കോവിഡ് സമയത്ത് നമുക്ക് കുടുംബശ്രീ ഏറ്റവും കൂടുതൽ പ്രവർത്തനം ഉണ്ടായിരുന്ന ആ കോവിഡ് പ്രളയ സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൈത്താങ്ങാന്ന് നിന്നത് കുടുംബശ്രീ വഴി ലോൺ കൊടുക്കുമ്പോഴും ആ സംരംഭങ്ങളൊക്കെ ആയിട്ട് തന്നെയായിരുന്നു. ഇപ്പോഴാണെങ്കിലും ആ ബന്ധങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഞങ്ങളുടെ ഈ കുടുംബശ്രീയെ ഏഴിക്കര ഏത് ഭരണം വന്നാലും കുടുംബശ്രീ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചേർന്നമംഗലത്തൊരു ബൈക്ക് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഒരു വീട്ടിലെ അയൽവക്കത്ത് 3-4 പേരെ കൊല ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. ഈ ബ്ലോക്കിൽ ജില്ലയിൽ തന്നെ ചേന്നമംഗലം പഞ്ചായത്ത് മത്സരം നടത്തി. പക്ഷെ നമ്മൾ ഏഴിക്കരയിൽ അതിന് നമ്മളാണ് ഏറ്റവും വിജയകരമായിട്ട് നാട്ടിൽ എന്തെങ്കിലും മറ്റുള്ള പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അതിന്റെ കൂടെ ഏഴിക്കര കുടുംബശ്രീയിലെ 90% പേരും നമ്മുടെ ആ മത്സരങ്ങളെ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെയ്തപ്പോഴാണ് നമ്മുടെ കൂടെ നമ്മുടെ തൊട്ടയൽവക്കത്തെ പഞ്ചായത്തുകളും മറ്റുള്ള പഞ്ചായത്തുകളും മാറാൻ കാരണം. നമ്മള് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഇനി ഞങ്ങൾക്ക് ഏറ്റവും 10-15 ദിവസം കൊണ്ട് ഇന്നത്തെ പരിപാടി ഏറ്റവും വിജയകരമായി നിങ്ങൾ എല്ലാവരും പല പരിപാടികളും നടത്താൻ നിൽക്കുകയാണ്. ഡാൻസ് ഉണ്ട്, പരിപാടികളെല്ലാം ഉണ്ട്. നമുക്കിന്ന് ഒറ്റ മെമ്പർമാരോടൊന്നും പോകില്ല, നിങ്ങളുടെ ഒപ്പം തന്നെ കൂടെ ഉണ്ടാവും. നമുക്കിന്ന് അടിച്ചു പൊളിക്കാം. നമ്മൾ ഇതിന്റെ എല്ലാവരും അനുവാദത്തോടു കൂടി ഈ മഹനീയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് വിജയ് വിനോദ്, വിജയശ്രീ PP, പത്മകുമാരി, ഷാരോൺ പനക്കൽ, രമാദേവി ഉണ്ണികൃഷ്ണൻ, KD വിൻസെന്റ്, ശിവാനന്ദൻ, ജെൻസി തോമസ്, CM രാജഗോപാൽ, AK മുരളീധരൻ,
KN വിനോദ്, NR സുധാകരൻ, MB ചന്ദ്രബോസ്, TP സോമൻ, ജിൻഡ അനിൽകുമാർ, ധന്യ സുരേഷ്, ബിന്ദു ഗിരീഷ്, സുമ രാജേഷ്, ജാസ്മിൻ ബിന്നി, മിനി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു.